ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. മീഡിയ പീഡിയ ഒരു പാതി വർഷം പിന്നിടുന്നു. യെസ്, കഴിഞ്ഞ സെപ്റ്റംബർ 3 ഒഫീഷ്യലായി ഇനോഗ്രേഷൻ നിർവഹിക്കപ്പെട്ട മീഡിയ പീഡിയ 6 മാസം പൂർത്തിയാകുകയാണ്. ഈ 6 months എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറെ പരീക്ഷണാത്മകമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. കാരണം നമ്മുടെ തൃശ്ശൂരിനെ സംബന്ധിച്ച് എറണാകുളത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു മീഡിയ കൾച്ചർ വളരെയധികം കുറവാണ്. അപ്പോൾ തൃശ്ശൂർ ഇത്രയും വലിയ ഒരു പ്രീമിയം സെഗ്മെന്റിലുള്ള ഒരു മീഡിയ ഹബ്ബ് തുടങ്ങാൻ ആലോചിക്കുമ്പോൾ പലരും നമ്മളെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു. കാരണം ഇത് തുടങ്ങുകയാണെങ്കിൽ ഇത് എറണാകുളത്താണ് തുടങ്ങേണ്ടത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മളെ സംബന്ധിച്ച് തൃശ്ശൂർ ഇത്തരം ഒരു സ്ഥാപനം തുടങ്ങാനും അത് വിജയിപ്പിക്കാനും പറ്റുമെന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസം, ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടായിരുന്നു. നമ്മുടെ നിരീക്ഷണങ്ങൾ, നമ്മുടെ തീരുമാനങ്ങളെല്ലാം തന്നെ ശരിവയ്ക്കുന്ന രീതിയിലുള്ള വളരെ നല്ലൊരു ഗ്രോത്താണ് നമുക്ക് ഈ കഴിഞ്ഞ 6 months കൊണ്ടുണ്ടായത്. അതൊരിക്കലും നമ്മുടെ മാത്രം നേട്ടമല്ല. നമ്മളെ ട്രസ്റ്റ് ചെയ്ത, നമ്മളെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ വെൽ വിഷേഴ്സ്, നമ്മുടെ ഫ്രണ്ട്സ്, ഇവരുടെ എല്ലാവരുടെയും സഹകരണം അതൊന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും ദൂരം വളരെ എളുപ്പത്തിൽ, വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചത്. പിന്നെ എൻ്റെ ഫ്രണ്ട് സർക്കിൾ, പ്രത്യേകിച്ചും നമ്മുടെ മീഡിയ ഫ്രണ്ട്സ്, അവരുടെയൊക്കെ ഒരു കട്ട സപ്പോർട്ട് നമ്മുടെ മീഡിയ പീഡിയ അനുഭവിച്ചറിഞ്ഞ നാളുകളായിരുന്നു കഴിഞ്ഞു പോയത്. ഒപ്പം എറണാകുളത്തൊക്കെ പോയി സ്ഥിരമായിട്ട് ഇത്തരം ഷൂട്ടുകൾ ചെയ്യുന്ന പലരും നമ്മുടെ തൃശ്ശൂരിൽ ഇങ്ങനെയൊരു സംഭവം തുടങ്ങിയതറിഞ്ഞ് ഇവിടുത്തെ മീഡിയ റിലേറ്റഡ് പ്രൊജക്ട്സ് എല്ലാം തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് വന്നു. അങ്ങനെ നമുക്ക് വലിയൊരു സപ്പോർട്ട് തന്നു. ഏകദേശം 200-ലേറെ പോഡ്കാസ്റ്റുകൾ ഈ 6 മാസം നമ്മൾ ഇതിനോടകം ഇവിടെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് അവർക്ക് നമ്മൾ സമ്മാനിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ 100-ലേറെ ഫോട്ടോഷൂട്ടുകൾക്കും മീഡിയ പീഡിയ വേദിയായി. കേരളത്തിലെ പല ജില്ലകളിലുമുള്ള ഒരുപാട് സെലിബ്രിറ്റികൾ ഇവിടെ അവരുടെ പോഡ്കാസ്റ്റിന് വേണ്ടിയിട്ടും അതുപോലെ ഫോട്ടോഷൂട്ടുകൾക്കായിട്ടൊക്കെ എത്തിച്ചേർന്നു. എല്ലാവരോടും നമ്മുടെ സ്നേഹവും നന്ദിയും എല്ലാം അറിയിക്കുന്നു. മറ്റ് പോഡ്കാസ്റ്റ് സ്റ്റുഡിയോകളിൽ നിന്നും, സ്റ്റുഡിയോ ഫ്ലോറുകളിൽ നിന്നും മീഡിയ പീഡിയക്കുള്ളൊരു ഡിഫറൻസ് എന്താണെന്ന് ഇതിനോടകം തന്നെ നിങ്ങളിൽ പലരും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ കേട്ടറിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ഏറ്റവും വലിയ സിഗ്നേച്ചർ എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ഒരു ടെക്നിക്കൽ ക്വാളിറ്റി. ഇന്ന് ഇൻഡസ്ട്രിയിലുള്ള ഏറ്റവും മികച്ച ക്വാളിറ്റിയിലാണ് നമ്മുടെ സ്റ്റുഡിയോ നമ്മൾ മേക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഫീൽഡിൽ ഒത്തിരിയേറെ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സജി ആർ നായരെ പോലെയുള്ള ഏറ്റവും മികച്ച പ്രൊഫഷണൽസാണ് നമ്മുടെ സ്റ്റുഡിയോ മേക്ക് ചെയ്തിട്ടുള്ളത്. മറ്റൊരു പ്രധാന കാര്യം, ഷൂട്ടിങ്ങിനൊപ്പം തന്നെ കണ്ടന്റ് മേക്കിങ്ങിൻ്റെ സകല സാധ്യതകളും മീഡിയ പീഡിയ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു മിനിമം ലെവൽ തോട്ട് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റുമായിട്ട് ഇവിടെ നിങ്ങൾ എത്തിയാൽ കംപ്ലീറ്റ് ഫുൾഫിൽഡ് ആയിട്ടുള്ള ഒരു ഫൈനൽ ഔട്ടുമായിട്ട് നിങ്ങൾക്ക് മടങ്ങാവുന്നതാണ്. ചിലർക്കൊക്കെ പിന്നെ ഒരു ഡൗട്ടുണ്ട്, മീഡിയ പീഡിയ എന്ന് പറയുന്നത് മീഡിയ പീഡിയയുടെ ഓൺ പ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ, പുറത്തുനിന്ന് നമുക്ക് ഇവിടെ റെൻ്റൽ പരിപാടികളൊന്നും തന്നെ ഇല്ലേ എന്നുള്ളത്. തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ ടോട്ടൽ ഒരു കോൺസെപ്റ്റ് തന്നെ ഒരു 80% അല്ലെങ്കിൽ ഒരു 70% റെൻ്റൽ പരിപാടികളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കോൺസെപ്റ്റ് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ക്യാമറ ടീമുമായിട്ട് ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് ക്യാമറ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ലെൻസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ എഡിറ്റിംഗ് ആവശ്യമുണ്ടെങ്കിൽ എഡിറ്റിങ്ങിൻ്റെ ഒരു സപ്പോർട്ട് നമ്മൾ ഇവിടെ നിന്ന് ചെയ്തു കൊടുക്കുന്നതാണ്. അതുപോലെ മറ്റു ചിലർക്കുള്ള ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ, ഇത് വലിയ മീഡിയ പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ വലിയ ഷൂട്ടുകൾ, അതിനാവശ്യമായിട്ടുള്ള ഒരു സ്പേസ്, ഒരു ഫ്ലോറ്, ഒരു പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ അല്ലേ, അവിടെ നമ്മളെപ്പോലെ സാധാരണ ലൈഫായിട്ട് മുന്നോട്ട് പോകുന്ന, ഒരു ഫാമിലി ലൈഫൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് ഇവിടെ എന്താണ് കാര്യം എന്നുള്ള ഡൗട്ടുകളൊക്കെ പലർക്കും ഉണ്ട്. പക്ഷേ ഇവിടെ ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുടെ ഒരു ചെറിയ പിക്ക് എടുക്കാനായിട്ട് വരുന്നു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു റീൽ എടുക്കാനായിട്ട് വരുന്നു. അങ്ങനെയുള്ള എല്ലാവർക്കും നമ്മൾ ഇവിടെ അവരുടേതായിട്ടുള്ള സ്പേസുകൾ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ജസ്റ്റ് ഒരു ഫാമിലി പിക്ക് എടുക്കാനായിട്ടാണെങ്കിലും ഇവിടേക്ക് വരാം. നമുക്കിവിടെ ഗംഭീരമായിട്ടുള്ള പടങ്ങൾ എടുക്കാം, അതുപോലെ റീൽസ് എടുക്കാം. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള എല്ലാ കോണ്ടന്റും നമ്മളിവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനിയും നമുക്ക് ഏറെ ദൂരം പിന്നിടാനുണ്ട്. എന്നും എപ്പോഴും മീഡിയ പീഡിയയ്ക്ക് നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള സപ്പോർട്ട് ഇനിയും തുടർന്ന് വേണം. ഇനിയും ഇവിടേക്ക് എത്തി നോക്കിയിട്ടില്ലെങ്കിൽ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ മീഡിയ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല എങ്കിൽ നേരെ പോരെ പാട്രാക്കിൽ RV ടവറിലെ കെയർ ബേക്കറിക്ക് മുകളിലെ ഫസ്റ്റ് ഫ്ലോറിലുള്ള മീഡിയ പീഡിയയിലേക്ക്. ഒരിക്കൽ കൂടി എല്ലാവരോടും ഒത്തിരി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വീണ്ടും കാണാം. താങ്ക് യു.